നേതാക്കൾ തമ്മിലുള്ള അനൈക്യത്തെ തുടർന്ന് മാറ്റിവെച്ച കെപിസിസി രാഷ്ട്രീയകാര്യ സമിതി ഇന്ന് ചേരും. ഹൈക്കമാൻഡ് ഇടപെടലോടെയാണ് യോഗം വീണ്ടും ചേരാൻ തീരുമാനിച്ചത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചു പോകണമെന്ന് ഹൈക്കമാൻഡ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള ചേരിപ്പോരിനെ തുടർന്നാണ് കഴിഞ്ഞ ഞായറാഴ്ച ചേരേണ്ടിയിരുന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കാതെ പോയത്. പിന്നാലെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള അധികാര വടംവലിയെക്കുറിച്ച് പരാതി പ്രളയമുണ്ടായതോടെ ഹൈക്കമാൻഡ് ഇടപെടുകയും 19-ന് യോഗം ചേരാനും നിർദ്ദേശിച്ചു. കെപിസിസി ആസ്ഥാനത്ത് ഇന്നുച്ചയ്ക്ക് 2:30-നാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുക. വയനാട് DCC ട്രഷററുടെയും മകന്റെയും ആത്മഹത്യ, സർക്കാരിനെതിരായ ബ്ലൂബെറി വിവാദം, തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കം എന്നിവയെല്ലാം യോഗത്തിൽ ചർച്ചയാകാനാണ് സാധ്യത. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒന്നിച്ചു പോകണമെന്നത് മുന്നറിയിപ്പിന്റെ സ്മരത്തിൽ തന്നെ വി ഡി സതീശനും കെ സുധാകരനും അറിയിച്ചിട്ടുള്ളതിനാൽ ഇരു നേതാക്കളും യോഗത്തിനെത്തും. ജനുവരി 9-ന് ചേരുന്ന കെപിസിസി ഭാരവാഹി യോഗത്തിൽ തിരുവനന്തപുരത്തുണ്ടായിട്ടും വി ഡി സതീശൻ പങ്കെടുക്കാതിരുന്നതിനെ തുടർന്നായിരുന്നു ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് ശനിയാഴ്ച ചേരുന്ന UDF യോഗം കെ സുധാകരൻ ബഹിഷ്കരിച്ചു. പിന്നാലെ രാഷ്ട്രീയകാര്യ സമിതി യോഗം പ്രതിപക്ഷ നേതാവിന്റെ അസൗകര്യത്തെ തുടർന്ന് അവസാന നിമിഷം ഉപേക്ഷിച്ചു. സതീശൻ സുധാകരൻ പോരിനെ തുടർന്ന് നിർണായക യോഗങ്ങൾ പോലും നടക്കാതെ വന്നതോടെയാണ് ഹൈക്കമാൻഡ് കണ്ണുരുട്ടിയത്. ജനം, തിരുവനന്തപുരം.